ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിനിസ്റ്റർ, പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിൽ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കടം വാങ്ങുന്നത് വലിയൊരു പ്രശ്നമായി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കടം വാങ്ങുന്നതിൻ്റെ വലിയൊരു ശതമാനവും ഈ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു. വികസന പദ്ധതികളിലൂടെ തിരിച്ചുള്ള വരുമാന മാർഗത്തിലേക്ക് ഈ കടം വാങ്ങുന്ന പണം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് നിരന്തരം ഉന്നയിക്കപ്പെടുന്നത്. നിലവിലെ ധനപ്രതിസന്ധി പൂർണ്ണമായി മറികടന്നിട്ടില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഭൂമിയുടെ ന്യായവില ഇരട്ടിപ്പിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റെന്തെല്ലാം പുതിയ ധനാഗമന മാർഗങ്ങളാണ് ഈ ബജറ്റിലുള്ളത്? ഈ വർഷത്തെ ബജറ്റിനകത്ത് വാസ്തവത്തിൽ അധികം നികുതി നിർദ്ദേശങ്ങളൊന്നുമില്ല. സാധാരണ ഈ ഫെയർ വാല്യൂ, ഭൂമിയുടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കുന്ന സമീപനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഭൂനികുതിയല്ല, ഭൂമിയുടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ എടുത്തില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് കച്ചവടം വളരെ കുറവാണിപ്പോൾ ഇന്ത്യയിൽ. ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ 5 സെൻറ്റ് സ്ഥലത്തിന് 20 രൂപ, അല്ല 10 സെൻറ്റ് സ്ഥലത്തിന് 20 രൂപയുള്ള ഭൂനികുതി, ഒരു ആറിന് 5 രൂപ. അപ്പോൾ 4 ആറിന് 20 രൂപ, അത് 30 രൂപയാക്കി. അതാ വന്ന വർധന. അതായത് 5 രൂപ ഒരു ആറിനുള്ളത് 7.5 രൂപയായി. അതല്ലാതെ വേറെ കൊണ്ടുവരാനുള്ള പുതിയ സോഴ്സസ്. അതെ, ഭൂനികുതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് 5 രൂപ ഉള്ളത് 7.5 രൂപയായി ഒരു വർഷം. അത് വാസ്തവത്തിൽ അതൊരു വലിയ വർധനയാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾക്ക് എല്ലായിടത്തും ഇട്ട് വേറെ വർദ്ധിപ്പിക്കാനില്ല. മദ്യത്തിൻ്റെ ടാക്സ് ഇപ്പോൾ കൂട്ടാവുന്ന സാധ്യതയൊന്നുമില്ല. പെട്രോള്, മദ്യം ഇത് രണ്ടുമേ ഉള്ളൂ സ്വതന്ത്രമായി ചെയ്യാവുന്നത്. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല. മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള പരിമിതിയുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല. അമിതമായ ബാധ്യതയൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പുതിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എന്ത് സോഴ്സാണ് ഉള്ളത്? ഇവിടെ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായി വേറെ എവിടെയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ടാക്സ് വർധന കഴിഞ്ഞ വർഷങ്ങളിലെ 2-3-4 വർഷം എടുത്താൽ ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റിനേക്കാളും മെച്ചവുമാണ്.